ഇന്ന് നമ്മളുള്ളത് നമ്മുടെ കൊല്ലത്തെ അഷ്ടമുടി കായലിൻ്റെ തീരത്താണ് കേട്ടോ. കൊല്ലത്തുള്ളവർക്കും അതുപോലെ കൊല്ലം കാണാൻ വരുന്നവർക്കും ഒക്കെ പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണ്. കൊല്ലത്തെ അഷ്ടമുടി കായലിൻ്റെ മനോഹരമായ കാഴ്ചകളും കണ്ട് ഗ്രാമഭംഗിയൊക്കെ ആസ്വദിച്ച് ഒരു ബോട്ട് യാത്ര. ബോട്ട് യാത്രയെ കഴിഞ്ഞ് ആഹാരം കഴിക്കാനുള്ള ഒരു നല്ല റെസ്റ്റോറൻറ്റും ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നു. ഞാൻ അമൽ തമ്പി, ഹെവൻസ് ഓഫ് കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ. KSRTC ബസ് സ്റ്റാൻഡിൻ്റെ നേരെ എതിർവശത്തായിട്ട് നമുക്ക് കാണാം കൊല്ലത്തെ ബോട്ട് ജെട്ടി. അപ്പോൾ അതേ ഇങ്ങോട്ട് ബോട്ടിങ്ങിന് വരുന്നവർക്ക് വേറെ കൺഫ്യൂഷൻ ഒന്നും വേണ്ട. നമ്മുടെ കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് ജസ്റ്റ് റോഡ് ക്രോസ് ചെയ്യുമ്പോഴത്തേക്കും ഈ ബോട്ട് ജെട്ടിയിലെത്താം. വരുമ്പോൾ തന്നെ സി അഷ്ടമുടി എന്ന് പറഞ്ഞൊരു ബോട്ട് നമുക്കിവിടെ പാർക്ക് ചെയ്തിരിക്കുന്ന കാഴ്ച കാണാം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഈ സി അഷ്ടമുടി എന്ന് പറഞ്ഞ ബോട്ടിങ്ങിൻ്റെ പാക്കേജിനെ കുറിച്ചും അതിൻ്റെ റേറ്റും കാര്യങ്ങളും ബുക്കിങ്ങിനെ കുറിച്ചും ഒക്കെയാണ്. അതുപോലെ തന്നെ അത്രയും ബഡ്ജറ്റ് ഇല്ലാത്തവർക്ക് വെറും ലോ ബഡ്ജറ്റിൽ, അതായത് വെറും 8 രൂപയ്ക്കും 4 രൂപയ്ക്കും ഒക്കെ ബോട്ടിങ്ങിന് പോകാൻ പറ്റുന്ന ഒരു പാക്കേജിനെ കുറിച്ചും കൂടിയാണ് കേട്ടോ. ബോട്ട് ജെട്ടിയിലേക്ക് കയറി വരുമ്പോൾ തന്നെ ദേ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. രാവിലെ 5 മണിക്ക് തുടങ്ങുന്ന ബോട്ട് സർവീസ് വൈകുന്നേരം 7:30 വരെയാണ് കേട്ടോ ഉള്ളത്. രാവിലെ 11:30 കൊല്ലം ബോട്ട് ജെട്ടിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സി അഷ്ടമുടി എന്ന് പറഞ്ഞ ബോട്ട് വൈകുന്നേരം 4:30 തിരിച്ച് കൊല്ലം ബോട്ട് ജെട്ടിയിൽ എത്തിച്ചേരും. ഈ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഞങ്ങളിവിടേക്ക് എത്തിയത് വൈകുന്നേരം 4:30 ശേഷമായതുകൊണ്ട് തന്നെ ട്രിപ്പൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ബോട്ട് ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്ന കാഴ്ച നമുക്കിവിടെ കാണാം കേട്ടോ. പ്രൊമോഷൻ വീഡിയോയ്ക്ക് വേണ്ടി അകത്തേക്ക് കയറി ഒരു വീഡിയോ ഷൂട്ട് ചെയ്തോട്ടെ എന്ന് ചോദിച്ചപ്പം അതിന് ഒരു ബുദ്ധിമുട്ടും കാണിക്കാതെ അവർ നമുക്ക് അകത്ത് കയറാനുള്ള പെർമിഷൻ തന്നു കേട്ടോ. അകത്ത് കയറിയപ്പോഴത്തേക്ക് നല്ല വിശാലമായിട്ടുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറാം. താഴെ നമുക്ക് ഇരിക്കുന്നതിന് 400 രൂപയും അതുപോലെ അതിൻ്റെ ടോപ്പിൽ ഇരിക്കുന്നതിന് ഈ ഒരു ഭാഗത്ത് ഇരിക്കുന്നതിന് 500 രൂപയാണ് ടിക്കറ്റ് നിരക്ക് വരുന്നത് കേട്ടോ. അങ്ങനെ അതേ വിശാലമായിട്ടുള്ള നല്ല രീതിക്ക് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്ത ഒരു അടിപൊളി ഒരു ലക്ഷറി ബോട്ട് തന്നെ പറയാം നമുക്ക്. ഇവിടുന്ന് ഇതിൻ്റെ ഒരു ബാൽക്കണി ഉണ്ട്. ഈ ഒരു ഡോർ തുറന്ന് നമുക്ക് ഇറങ്ങുമ്പോഴത്തേക്കും പുറത്തേക്ക് ഒരു ബാൽക്കണി പോലെ ഒരു ഓപ്പൺ സ്പേസ് നമുക്ക് ഇവിടെ കാണാം. ഇവിടെ നമുക്ക് ഈ കായലിൻ്റെയൊക്കെ നല്ല വിശാലമായ പനോരമിക് വ്യൂ നമുക്ക് കിട്ടും. ഈ ഒരു ബോട്ടിൽ നമുക്ക് പാട്ട് പാടാൻ, ഡാൻസ് കളിക്കുക, അങ്ങനെ എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസ് എല്ലാം കണ്ടക്ട് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ലഞ്ച് അവൈലബിൾ ആണ്. ഒരാൾക്ക് ഏകദേശം 100 രൂപയാണ് അവർ പറഞ്ഞത്. എക്സ്ട്രാ എന്തെങ്കിലും സ്പെഷ്യൽ മാത്രം നമ്മൾ മേടിക്കുന്നുണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ പൈസ കൊടുത്ത് മേടിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. ഇന്നത്തെ ഞങ്ങളുടെ യാത്ര സി അഷ്ടമുടിയിലല്ല കേട്ടോ. കാരണം ഞങ്ങൾ വൈകുന്നേരം 4:30 ശേഷമാണ് വന്നത്. അതുകൊണ്ട് തന്നെ ട്രിപ്പ് കംപ്ലീറ്റ് ആയി. രാവിലെ 11:30 ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞങ്ങൾ പോകാൻ പോകുന്നത് ഈ കാണുന്ന നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഒരു ബോട്ടിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ലോ ബഡ്ജറ്റ് ഉള്ളവർക്ക് പോകാൻ പറ്റുന്ന ഒരു ബോട്ടിങ്ങിനെ കുറിച്ച്. ആ ഒരു യാത്രയാണ് കേട്ടോ ഇനി നമ്മൾ കാണാൻ പോകുന്നത്. നമ്മൾ ഈ കാണുന്ന ഗവൺമെൻറ് ബോട്ട് ശരിക്കും നമ്മുടെ KSRTC ബസ്സുകൾ പോലെയാണ്. അതായത് നമ്മുടെ ഈ കൊല്ലം ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ബോട്ട് ജെട്ടിയിൽ നിന്നും അടുത്ത കരയിലേക്ക്, അടുത്ത ബോട്ട് ജെട്ടിയിലേക്ക് ആൾക്കാർക്ക് യാത്ര ചെയ്യാനുള്ള ഒരു യാത്രാമാർഗ്ഗമാണ്. KSRTC ബസ് പോലെ ഒരു യാത്രാമാർഗ്ഗമാണ് നമ്മുടെ ഈ ഗവൺമെൻറ് ബോട്ടുകൾ. ഞങ്ങളിപ്പോൾ കയറുന്നത് നമ്മുടെ സി അഷ്ടമുടി എന്ന് പറഞ്ഞ ആ ബോട്ടിനകത്തൂടെ കയറി നമ്മുടെ ആ ഗവൺമെൻറ്റിൻ്റെ ബോട്ടിനകത്തേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത്. ഈ ഗവൺമെൻറ് ബോട്ടുകളുടെ സമയക്രമീകരണത്തെക്കുറിച്ചാണ് നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത്. അതായത് രാവിലെ 5 മണിക്ക് തുടങ്ങുന്ന ബോട്ടിങ് വൈകുന്നേരം 7:30 വരെയാണ് കേട്ടോ ലാസ്റ്റ് ബോട്ടുള്ളത്. അത് ശരിക്കും ഉല്ലാസയാത്രയോ അല്ലെങ്കിൽ ടൂറിസ്റ്റുകൾക്ക് പോകാനുള്ള ബോട്ടോ അല്ല, ഇവിടെയുള്ള ആളുകൾക്ക് സഞ്ചരിക്കാനുള്ള ബോട്ടുകളാണ്. പക്ഷേ ഒരു ബോട്ടിംഗ് എക്സ്പീരിയൻസിന് വേണ്ടി ഞങ്ങളിപ്പോൾ വന്ന പോലെ നമുക്കൊരു ബോട്ടിങ്ങിന് പോകണം, ഒരു ലോ ബഡ്ജറ്റ് ട്രിപ്പ് പോകണം, ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ് മാത്രം മതി, വലിയ ലക്ഷറി സെറ്റപ്പ് ഒന്നും നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും ഈ ഒരു ബോട്ട് തന്നെ വളരെ മനോഹരമായ ഒരു യാത്രയാണ് നമുക്ക് സമ്മാനിക്കുന്നത്. അധികം തിരക്കൊന്നുമില്ല കേട്ടോ ബോട്ടിനകത്ത്. ഞങ്ങൾ കയറിയപ്പോൾ തന്നെ കുറച്ച് സ്നാക്സ് ഒക്കെ മേടിച്ചുകൊണ്ടാണ് കയറിയത്. അപ്പോൾ ഞങ്ങൾ ഇതേ സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട് ഇവിടുന്ന് ബോട്ട് യാത്ര ആരംഭിക്കാൻ പോവാണ് കേട്ടോ. ഈ ബോട്ട് ശരിക്കും 5:30 ഇവിടെ വന്നു. ഞങ്ങൾ 5:30 ആയപ്പോൾ തന്നെ ബോട്ടിൽ കയറിയിരുന്നു. 5:45 കൂടിയാണ് ബോട്ട് ഇവിടുന്ന് പുറപ്പെടുന്നതെന്നാണ് കേട്ടോ പറഞ്ഞത്. 42 പേരാണ് ഈ ഒരു ബോട്ടിൻ്റെ കപ്പാസിറ്റി മാക്സിമം. അതുപോലെ നമ്മുടെ സേഫ്റ്റി ജാക്കറ്റൊക്കെ എങ്ങനെ ധരിക്കാമെന്ന് ഇവിടെ സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട്. അതുപോലെ ജാക്കറ്റുകളെല്ലാം ഈ ഒരു സൈഡിലായിട്ട് വെച്ചിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ടിരുന്നപ്പോഴത്തേക്ക് നമ്മുടെ ചേട്ടന്മാർ ബോട്ട് എടുക്കാനായിട്ട് വന്നിട്ടുണ്ട്. ബോട്ടിൽ ഞാൻ പറഞ്ഞ പോലെ ലോക്കൽ യാത്രയ്ക്ക് വേണ്ടി കുറച്ച് ആൾക്കാരൊക്കെ ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ കയറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബോട്ടിംഗ് എക്സ്പീരിയൻസിന് വേണ്ടി ടൂറിസ്റ്റുകളും ഈ ബോട്ടിൽ ഒരുപാട് പേര് കയറിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ബോട്ടിങ്ങിന് ടിക്കറ്റ് ചാർജ് നമുക്കായത് 48 രൂപയാണ്. അതായത് 6 പേർക്ക്. ഒരാൾക്ക് 8 രൂപ മാത്രമാണ് നമുക്ക് ഈ ഒരു ബോട്ടിങ്ങിൻ്റെ ചാർജ് വന്നത്. ഈ ഒരു യാത്രയിൽ നമ്മുടെ കൊല്ലത്തെ 5 സ്റ്റാർ ഹോട്ടലുകളും റിസോർട്ടുകളും ഒക്കെ നമുക്ക് കാണാൻ കേട്ടോ. കായലിൻ്റെ തീരത്തായിട്ട് നിൽക്കുന്ന അതുപോലെ ഹൗസ് ബോട്ടുകളും കാര്യങ്ങളൊക്കെ. 8 രൂപയ്ക്ക് ഏകദേശം 1 മണിക്കൂറോളം നമുക്ക് ഈ ഒരു ബോട്ടിംഗ് എക്സ്പീരിയൻസ് കിട്ടും കേട്ടോ. 8 രൂപയ്ക്ക് 1 മണിക്കൂർ ബോട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു രീതിയിലും ഒരു നഷ്ടവും പറയാനില്ല.
ഇത് കണ്ടോ, ബോട്ട് ഒരു ബോട്ട് ജെട്ടിയിലേക്ക് അടുപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. നമ്മുടെ KSRTC ബസ്സൊക്കെ ഒരു ബെല്ലടിച്ച് കഴിഞ്ഞാൽ അന്നേരം തന്നെ നിർത്തും. പക്ഷേ ബോട്ട് കണ്ടോ, ബോട്ട് ബെല്ലടിച്ച് അതിൻ്റെ സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു 2 പേര് പുറത്തേക്ക് ഇറങ്ങി ഈ ഒരു തൂണിൽ ബോട്ട് കെട്ടി സ്ട്രോങ് ആയിട്ട് നിർത്തിയതിന് ശേഷം മാത്രമാണ് ആളുകൾ പുറത്തേക്ക് ഇറങ്ങി ബോട്ട് ജെട്ടിയിലേക്ക് ഇറങ്ങി അവരവരുടെ സ്ഥലത്തേക്ക് പോകുന്നത്. ആളുകൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ നേരെ തിരിച്ച് കയറഴിച്ച് ബോട്ടിലേക്ക് കയറുവാണ്. ഈ പോകുന്ന വഴിക്ക് നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ച ഉണ്ടോ, നമ്മുടെയൊക്കെ വീട്ടിൽ ബൈക്കും കാറും ഒക്കെ ഉള്ള പോലെ എല്ലാ വീടിൻ്റെ മുന്നിലും ഓരോ തോണികളും ചെറിയ ബോട്ടുകളും ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലാവരും മീൻ പിടിക്കുന്ന കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടെ ഇരുന്നാൽ കാണാം. വൈകുന്നേരത്തെ യാത്ര ആയതുകൊണ്ട് തന്നെ നമുക്ക് സൺസെറ്റിൻ്റെ ആ ഒരു മനോഹരമായൊരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഒരുപാട് ദേശാടന പക്ഷികൾ ഇതുവഴി പറന്നു പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ കേട്ടോ. ഈ പോകുന്ന വഴിക്ക് ഒരുപാട് തുരുത്തുകളും ദ്വീപുകളും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ഒരുപാട് പക്ഷികളെയൊക്കെ നമുക്ക് കാണാം ഇവിടെ. അതുപോലെ തന്നെ ബോട്ടിലൂടെ വരുമ്പോൾ നമുക്ക് പണി തീരാത്തൊരു പാലം നമുക്ക് കാണാം. പകുതി വഴിക്ക് ഇങ്ങനെ പണി നിർത്തി വെച്ചിരിക്കുന്നത്. ആ പാലത്തിൻ്റെ മുകളിലായിട്ട് കുറേ ആളുകൾ നിൽക്കുന്നത്, വാഹനങ്ങൾ പോകുന്നതൊക്കെ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ ബോട്ടിലിരുന്ന് തന്നെ ഞങ്ങൾ തീരുമാനിച്ചു ബോട്ടിങ്ങിന് ശേഷം നേരെ ആ പാലത്തിൻ്റെ മുകളിലേക്ക് പോകാമെന്ന്. ഈ ഒരു ബോട്ടിനകത്ത് ശരിക്കും ഏകദേശം 4 പേരാണെന്ന് തോന്നുന്നു കേട്ടോ ഉള്ളത്. 4 പേര്, 2 പേര് ഈ ഒരു ബോട്ട് കരക്കെടുക്കുമ്പോഴത്തേക്കും സൈഡിലേക്ക് പിടിച്ച് കെട്ടി നിർത്താൻ വേണ്ടിയും, ഒരാൾ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് സ്റ്റിയറിംഗ്, അതായത് ബോട്ടിൻ്റെ ദിശ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടും, പിന്നെ ഒരാൾ അതിൻ്റെ ബാക്കിലായിട്ട് എൻജിൻ കൺട്രോളിന് വേണ്ടിയോ, അങ്ങനെ 4 പേരാണ് ഈ ഒരു ബോട്ടിൽ ജോലിക്കുണ്ടായിരുന്നത്. അങ്ങനത്തെ ഏകദേശം 1 മണിക്കൂർ ആയപ്പോഴത്തേക്കും തിരിച്ച് നമ്മൾ കൊല്ലത്തെ ബോട്ട് ജെട്ടിയുടെ അടുത്ത് എത്താറായി കേട്ടോ. നമുക്ക് ദൂരെ കാണാം നമ്മുടെ ആ സി അഷ്ടമുടി എന്ന് പറഞ്ഞ ബോട്ട് അവിടെ കിടക്കുന്നതും ബോട്ട് ജെട്ടിയുടെ കാഴ്ചകളും റോഡിലൂടെ വണ്ടികളൊക്കെ പോകുന്ന കാഴ്ച നമുക്ക് കാണാം കേട്ടോ. എന്തായാലും ഗവൺമെൻറ് ബോട്ടിൽ കയറി 1 മണിക്കൂർ യാത്ര ചെയ്തപ്പോൾ തന്നെ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ സി കുട്ടനാടിനെ കുറിച്ച്, കുട്ടനാടല്ലല്ലോ, സി അഷ്ടമുടിയെ കുറിച്ച് നമുക്ക് പറയണ്ടല്ലോ. സി അഷ്ടമുടി നമുക്ക് വളരെ മനോഹരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരിക്കും തരുന്നത്. കാരണം രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ളൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് തരാൻ പോകുന്നത്. അപ്പം സി കുട്ടനാടെന്ന് പറഞ്ഞ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സി കുട്ടനാടിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ആൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കുട്ടനാട്ടിലും അതുപോലെ ആലപ്പുഴയിലും ഇതുപോലെ ബോട്ട് സർവീസ് അവൈലബിൾ ആണ് കേട്ടോ. ആലപ്പുഴയിൽ നിന്നുള്ള സി കുട്ടനാടിൻ്റെ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിരിക്കാം. കാണാത്തവർ അതുപോയി കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ സി അഷ്ടമുടി, നമ്മുടെ കൊല്ലത്തെ ബോട്ടിങ്ങിനെ കുറിച്ച് ഏകദേശം കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടെന്നാണ് ഒരു വിശ്വാസം. എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിലോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനത് ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ കയറിയ പോലെ തന്നെ തിരിച്ച് വന്നപ്പോഴും നമ്മുടെ സി അഷ്ടമുടി ആ ഒരു ബോട്ടിൻ്റെ സൈഡിലായിട്ടാണ് നമ്മുടെ ബോട്ടും ഒതുക്കുന്നത് കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബോട്ടിലിരുന്ന് കണ്ട പാലത്തിൽ കൂടെയാണ് നമ്മൾ ഈ പോകുന്നത്. ബോട്ടിലിരുന്ന് നമ്മൾ തീരുമാനിച്ചതാണ് നമ്മൾ ഇനി ഈ പാലത്തിൻ്റെ മുകളിലത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് കേട്ടോ. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ സൺസെറ്റിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് മനോഹരമായിട്ട് ഇവിടെ നിന്നാൽ കാണാൻ പറ്റും കേട്ടോ. ഇവിടെ ഒരുപാട് ആളുകൾ വൈകുന്നേരം നടക്കാനൊക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഒത്തിരി പേരെ നമുക്ക് ഇവിടെ കാണാം. കുറേ വണ്ടികളൊക്കെ ഇവിടെ പാർക്ക് ചെയ്യുന്ന കാണാം. അതുപോലെ ഇവിടെ പോലീസ് വണ്ടിയൊക്കെ കിടപ്പുണ്ട്. ഇവിടെ വന്ന് എന്തെങ്കിലും അഭ്യാസങ്ങളൊക്കെ കാണിച്ച് കഴിഞ്ഞാൽ നല്ല ഇടി കിട്ടും കേട്ടോ. വൈകുന്നേര സമയങ്ങളിൽ നമുക്ക് ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ആ കായലിൻ്റെ വ്യൂവും കാറ്റും അതുപോലെ നല്ല സൺസെറ്റ് വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ കണ്ട് നമുക്കിവിടെ നിൽക്കാം. ഇതേ വൈകുന്നേരങ്ങളിൽ കായലോരങ്ങളിൽ നിൽക്കുമ്പോൾ നമുക്ക് സ്ഥിരം കാണാൻ പറ്റുന്നൊരു കാഴ്ചയാണ് ഇത്. മീൻ പിടിക്കാനായിട്ട് വൈകുന്നേരങ്ങളിൽ പോകുന്ന കാഴ്ച, അങ്ങനെ ചെറിയ ചെറിയ വള്ളങ്ങളൊക്കെ പോകുന്ന കാഴ്ച നമുക്കിവിടെ കാണാം.
അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ വന്നത് ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ. അവിടെ ഇരുന്ന് ഗൂഗിളിലൊക്കെ തപ്പി ഏറ്റവും നല്ല റെസ്റ്റോറൻറ്റ് ഏതാണെന്ന് നോക്കി വന്നപ്പോഴത്തേക്ക് ജാവീസിൻ്റെ സിനിമ റെസ്റ്റോറൻ്റ് ആണ് നമുക്ക് കിട്ടിയത്. അത്യാവശ്യം നല്ല റിവ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് കേട്ടോ. വന്നപ്പോൾ തന്നെ നമുക്ക് നല്ല അടിപൊളി ആംബിയൻസ് ആണ് ഇവിടെ ഉള്ളത്. സിനിമ റെസ്റ്റോറൻറ്റ് പറയാൻ കാര്യം ഇതിനകത്തേക്ക് കയറിയപ്പോഴാണ് മനസ്സിലായത്. ഫുള്ള് ഫിലിം സ്റ്റാർസിൻ്റെയും അതുപോലെ സിംഗേഴ്സിൻ്റെയും ഒക്കെ ഫോട്ടോസ് വെച്ചിട്ട്, അതായത് ഫിലിം ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാരുടെ ഫോട്ടോസ് എല്ലാം വെച്ച് നല്ല അടിപൊളിയായിട്ട് ഇത് ഈ റെസ്റ്റോറൻറ്റിനകം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവർ ഒരു മെനു കാർഡ് കൊണ്ടുവച്ച് കണ്ടോ. മെനു കാർഡ് കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു എന്താ പറയുന്നത്, ഷൂട്ടിങ്ങിനിടയ്ക്ക് മറ്റേ ക്ലാപ്പ് കൊടുക്കുന്ന സാധനം, അതിൻ്റെ പേരൊന്നും കറക്റ്റ് അറിയത്തില്ല, ആ ഒരു സാധനത്തിൻ്റെ മോഡലിലാണ് കേട്ടോ നമ്മുടെ മെനു കാർഡൊക്കെ ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ വന്നപ്പോൾ തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് വെറൈറ്റി ഫുഡ് ഐറ്റംസ് ഉണ്ട്. നാടൻ ഫുഡായാലും അതുപോലെ ഗ്രിൽഡ് ഐറ്റംസും അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. ഫുഡ് കഴിച്ച് കഴിഞ്ഞൊരു കട്ടൻ ചായ ഓർഡർ ചെയ്യാമെന്ന് നോക്കിയിരുന്നപ്പോഴാണ് ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് തന്നെ അവർ ഓരോ സിനമൻ ടീ ആണ് നമുക്ക് കൊണ്ടു തന്നത്. കട്ടൻ ചായ അല്ല, സിനമൻ ടീ ആണ് കേട്ടോ കൊണ്ടു തന്നത്. അതെന്തായാലും നല്ലൊരു അടിപൊളി വെറൈറ്റി എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ഇതുവരെ എങ്ങും പോയിട്ട് അങ്ങനെ ചോദിക്കാതെ ആദ്യം തന്നെ ഒരു വെൽക്കം ഡ്രിങ്ക് പോലെ സിനമൻ ടീ ഒന്നും കൊണ്ടു തന്നിട്ടില്ല. തിരക്ക് കണ്ടപ്പോൾ ഒത്തിരി ഡിലേ പ്രതീക്ഷിച്ചെങ്കിലും പെട്ടെന്ന് തന്നെ ഫുഡ് എത്തി കേട്ടോ. പിന്നെ ഒരു ടെക്നിക്കാണ്, ഫുഡിൻ്റെ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്കൊരു ടീ അവർ കൊണ്ടു തന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ചായ കുടിച്ചിരുന്നപ്പോഴത്തേക്ക് തന്നെ ബാക്കി ഫുഡ് ഐറ്റംസും കാര്യങ്ങളും എല്ലാം വന്നു. ഫുഡൊക്കെ കഴിച്ച് നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. നമുക്കിവിടെ എല്ലാ ഐറ്റംസും അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് പുറത്തിറങ്ങി ജസ്റ്റ് ഇവിടെ ഒന്ന് റിലാക്സ് ചെയ്യാൻ, ഒന്ന് റെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ അതിനുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ ഇവിടെ ഒരു ഫിലിമിൻ്റെ രൂപത്തിൽ കുറേ ആക്ടേഴ്സിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നല്ലൊരു അടിപൊളി ആംബിയൻസ് ആണ് മൊത്തത്തിൽ. അപ്പോൾ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. കുറവുകളൊന്നും പറയാനില്ല, എല്ലാം കൊണ്ട് നല്ല അടിപൊളി. സർവീസ് ആയാലും ഫുഡ് ആയാലും ടേസ്റ്റ് ആയാലും റേറ്റ് ആയാലും കാര്യങ്ങളും എല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ക്വാണ്ടിറ്റി ഒക്കെ നല്ല ക്വാണ്ടിറ്റി, റീസണബിൾ പ്രൈസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ കൊല്ലത്ത് വരുന്നവർക്ക് ഈ ഒരു റെസ്റ്റോറൻറ്റ് ധൈര്യമായിട്ട് ചൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കൊല്ലത്തെ നമ്മുടെ അഷ്ടമുടി ലേക്കിലൂടെയുള്ള ബോട്ടിങ്ങിൻ്റെ കാഴ്ചകളും അതുപോലെ ഒരു അടിപൊളി റെസ്റ്റോറൻറ്റ് കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട, വീഡിയോ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കാനും മറക്കണ്ട.